ഹായ് എവരിവൺ. ഇന്നത്തെ വീഡിയോയിൽ പുതിയ OTT റിലീസുകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി പെഡ്ഡി എന്ന് പറയുന്ന മൂവിയാണ്. രാംചരൺ നായകനായി വന്ന ഒരു തെലുങ്ക് മൂവിയാണ് പെഡ്ഡി എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി ഒട്ടും വർക്കാവാതെ പോയൊരു മൂവിയാണിത്. ഇതൊരു സ്പോർട്സ് ആക്ഷൻ മൂവിയാണ്. ഇതിപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. അടുത്തതായി പരിമള ആൻഡ് കോ എന്ന് പറഞ്ഞ മൂവിയാണ്. ജയറാം ഉർവശി കോംബോയിൽ വന്നിട്ടുള്ള ഒരു തമിഴ് മൂവിയാണ് പരിമള ആൻഡ് കോ. ഇതൊരു ഫാമിലി ഡ്രാമ മൂവിയാണ്. വിചാരിച്ചതിൻ്റെ അത്ര ഹൈപ്പിലേക്ക് വരാൻ ഇത് എത്താൻ സാധിച്ചിരുന്നില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ. C5 ഇത് സ്ട്രീമിംഗ് ആരംഭിക്കാൻ പോകുന്നത്. ജൂലൈ 10 മുതൽ പരിമള ആൻഡ് കോ C5 സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതായി പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന മൂവിയാണ്. ഒരു പീരിയഡ് ആക്ഷൻ മൂവിയാണ് പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്നത്. ടൊവിനോ തോമസ്, കയാദു ലോഹർ എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളായി വന്നിരുന്നത്. അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ ഒരു ക്യാമിയോ റോളും പള്ളിച്ചട്ടമ്പിയിൽ ഉണ്ടായിരുന്നു. മനോരമ മാക്സ് ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് ഏറ്റെടുത്തിരിക്കുന്നത്. ജൂലൈ മാസത്തിൽ തന്നെ പള്ളിച്ചട്ടമ്പി മനോരമ മാക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തതായി ഇക്ക എന്ന് പറയുന്ന ഹിന്ദി മൂവിയാണ്. ഇത് ജൂലൈ 10 നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഇതൊരു കോർട്ട് റൂം ഡ്രാമ മൂവിയാണ്. താല്പര്യമുള്ളവർ കണ്ടു നോക്കാം. അടുത്തതായി ഷൈനികം പ്രധാന കഥാപാത്രമായി വന്ന ബൾട്ടി എന്ന മൂവിയാണ്. ഇത് സോണി ലൈവിൽ ജൂലൈ 10 സ്ട്രീമിംഗ് ആരംഭിക്കും. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. അടുത്തതായി വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന മൂവിയാണ്. ഇത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് ഏറ്റെടുത്തിരിക്കുന്നത്. ജൂലൈ മാസത്തിൽ തന്നെ വിലായത്ത് ബുദ്ധ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന് കരുതുന്നു. ഇതൊക്കെയാണ് പുതിയ OTT അപ്ഡേറ്റ്സുകൾ. പുതിയ OTT അപ്ഡേറ്റ്സുകളെ കുറിച്ച് അറിയുന്നതിനും സിനിമ ഒപ്പീനിയനുകളെ കുറിച്ച് അറിയുന്നതിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതിൽ കാത്തിരിക്കുന്ന മൂവീസ് ഏതാണ്? നിങ്ങളുടെ കമൻസുകൾ രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.